സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വീണ്ടും റെസ്യൂം ചെയ്യുകയാണ്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ക്ലബ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും നാളെ പുനരാരംഭിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ തന്നെ വലിയ നീക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് ഗ്യോക്രസ് നോ പറഞ്ഞതാണ്. കാരണം ഗ്യോക്രസിന് താല്പര്യം ആഴ്സണലാണ് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന റൂബൻ അമോറിമിന്റെ ശിഷ്യ എന്നുള്ള രീതിയിൽ ഗ്യോക്രസ് യുണൈറ്റഡിൽ എത്തുമെന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഗ്യോക്രസ് വരാനുള്ള ഒരു സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആഴ്സണൽ രണ്ട് പ്ലേയേഴ്സിന്, അതായത് ഗ്യോക്രസിനൊപ്പം തന്നെ ബെഞ്ചമിൻ സെസ്കോയെയും സജീവമായിട്ട് നോക്കുന്നുണ്ട്. ഫൈനൽ തീരുമാനം അവരെടുത്തില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ ആ ഒരു ക്ലബ്ബുമായിട്ടുള്ള സ്പോർട്ടിങ്ങുമായിട്ടുള്ള ഫാളോ ഔട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഗ്യോക്രസിന്. അപ്പോൾ എങ്ങനെ വരും എന്ന് അറിയില്ല. പക്ഷേ യുണൈറ്റഡിന്റെ ഫോക്കസ് ഇപ്പം ഇക്കിറ്റിക്കയിലേക്കും പിന്നെ ഒസിമിനിലേക്കും മാറി എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇക്കിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഒരു യുണൈറ്റഡ് ഫാനാണ്. അതുകൂടാതെ യങ് പ്ലെയർ ആണ്, 22 വയസ്സ് മാത്രമേ ഉള്ളൂ. നല്ലൊരു സ്ട്രൈക്കറാണ്. ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റി ഉള്ള ബുണ്ടസ്ലീഗയിൽ എയ്ൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ 3ാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചൊരു യങ് ഡൈനാമിക് ആയുള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രൈസ് ടാഗ് ആണ് ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് യുണൈറ്റഡിന്. പക്ഷെ ഓൾറെഡി യുണൈറ്റഡ് ഫ്രാങ്ക്ഫർട്ടുമായി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 100 മില്യൺ യൂറോ വരെ പ്രൈസ് ഇട്ട ഒരു പ്ലെയർ ആണ് ഹ്യൂഗോ ഇക്കിറ്റിക്ക. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പ്രൈസിന് യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലെയേഴ്സിൻ്റെ സെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കും വേണം. ഇപ്പോൾ ആൻ്റണിക്ക് 42 മില്യൺ ഒക്കെ വിലയിട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ആൻ്റണി, സാൻചോ, റാഷ്ഫോർഡ് ഇവരുടെയൊക്കെ ഒരു വിൽക്കലുമായി ബന്ധപ്പെട്ടാണ് മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒസിമന്റെ പേരും വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. യുണൈറ്റഡ് ക്യാമ്പ് ഒസിമനെയും ബന്ധപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. വിക്ടർ ഒസിമൻ കുറച്ചും കൂടെ യുണൈറ്റഡിന് ആപ്റ്റായ ഒരു സ്ട്രൈക്കർ ആയിരിക്കും എന്നുള്ള അഭിപ്രായം റയോ ഫെർഡിനാൻഡ് ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ലെജൻഡായ ഫെർഡിനാൻഡ് ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. കാരണം എക്സ്പീരിയൻസ് ആണ് കൗണ്ട് ചെയ്യുന്നത്. കാരണം യുണൈറ്റഡിന് ഇപ്പോൾ വേണ്ടത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിനിമം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൂവണായുള്ള ഒരു ഗോൾ സ്കോറാണെന്നുള്ള അഭിപ്രായം വളരെ സജീവമായിട്ടുണ്ട്. ഒസിമൻ ആണെങ്കിൽ ഫ്രഞ്ച് ലീഗിൽ കളിച്ചിട്ടുണ്ട്, ജർമ്മൻ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ഇറ്റാലിയൻ ലീഗിൽ കളിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തുർക്കി ലീഗിൽ പോയി ഗലത്തസരയ്ക്ക് വേണ്ടിയിട്ട് മികച്ച പെർഫോമൻസ് ആണ് പുറത്തെടുത്തത്. 41 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളും 7 അസിസ്റ്റ് എന്തോ നേടിയിട്ടുണ്ട് വിക്ടർ ഒസിമൻ. ഒസിമൻ്റെ ഒരു സ്റ്റൈല് നമുക്കറിയാം. കാരണം നല്ലൊരു ഗോൾ പോച്ചറാണ്. ഹാഫ് ചാൻസസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് ഗോൾ നേടാൻ കപ്പാസിറ്റി ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ 26 വയസ്സുള്ള ഒസിമൻ വരികയാണെങ്കിൽ കുറച്ചുകൂടി യുണൈറ്റഡിന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഓൾറെഡി മത്തേവൂസ് കൂന്യ വന്നു കഴിഞ്ഞു. വിക്ടർ ഒസിമനും മത്തേവൂസ് കൂന്യയും ബ്രയാൻ എംബുവേമയും ചേരുമ്പോൾ യുണൈറ്റഡിന്റെ മുന്നേറ്റ നിര എന്തായാലും ഗംഭീരമാകുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. നല്ല പ്രസ്സിങ് എബിലിറ്റി ഉള്ള, ഫിസിക്കാലിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് മാറും എന്നാണ് കരുതുന്നത്. കാരണം യുണൈറ്റഡിന് ഒരു നല്ല റിസൾട്ട് അടുത്ത സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ പാകത്തിലുള്ള പ്ലെയേഴ്സാണ് ഇവരെല്ലാം, ആറ്റിറ്റ്യൂഡ് വൈസ് ആണെങ്കിലും. പക്ഷേ എംബുവേമോയുമായുള്ള ഡീൽ ഇതുവരെ, എംബുവേമോയുമായിട്ടല്ല ബ്രെൻഫോർഡുമായിട്ടുള്ള ഡീൽ ഇതുവരെ ഫൈനലൈസ് ചെയ്യാൻ യുണൈറ്റഡിന് സാധിച്ചില്ല. യുണൈറ്റഡ് സമർപ്പിച്ച ബിഡിനേക്കാൾ 10 മില്യൺ കൂടുതൽ തുക ടോട്ടൻഹാം സമർപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ ടോട്ടൻഹാമിന് ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് അവരുടെ പരിശീലകനായിട്ട് തോമസ് ഫ്രാങ്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എംബുവേമിൻ്റെ മുൻ പരിശീലകനാണ്, ബ്രെൻഫോർഡിലെ പരിശീലകനാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ബ്രെൻഫോർഡിനെ പരിശീലിപ്പിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ 5 സീസണായിട്ട് എംബുവേമോ തോമസ് ഫ്രാങ്കിന് കീഴിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടർ എത്രത്തോളം നിർണായകമാവും എന്നുള്ളതാണ്. പക്ഷേ എംബുവേമോ ഇപ്പോഴും യുണൈറ്റഡ് ആണ് തൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും അതിലെങ്ങനെ ഒരു ട്വിസ്റ്റ് വരും എന്നുള്ളത് നോക്കേണ്ടി വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എമിലിയാനോ മാർട്ടിനസിനെ സൈൻ ചെയ്യാൻ യുണൈറ്റഡ് ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള റൂമേഴ്സൊക്കെയാണ്. ESPN അർജന്റീനയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും എമിലിയാനോ മാർട്ടിനസ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം യുണൈറ്റഡിന് ഇനിയും ഒനാനയെ വെച്ച് ഒരു ഗാംബ്ലിങ്ങുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയ, പ്രീമിയർ ലീഗിൽ ഇത്രയും കാലം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ വരികയാണ്. അതും ഇത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറി നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയ ഒരു ഗോൾ കീപ്പർ വരുന്നത് വലിയൊരു ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡ് വൈസൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഗോൾ കീപ്പർ ആ ഒരു പൊസിഷനിൽ
എമിലിയാനോ മാർട്ടിനസ് സൂട്ടായിരിക്കും. അപ്പം എമിലിയാനോയുമായുള്ള ചർച്ചകളും നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത സീസണിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ആരായിരിക്കും? അത് ഹ്യൂഗോ എക്കിറ്റിക്കയാണോ അല്ലെങ്കിൽ വിക്ടർ ഒസിമനാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.